ഹായ് ഹലോ നമസ്തേ നമസ്കാരം. ഞാനാണ് നൗഫൽ. ഇന്നെന്തായാലും കാട്ടിലൂടെയുള്ള യാത്ര വീണ്ടും തുടരാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫിഷിംഗ് പോയിൻറ്റിനെ കഴിഞ്ഞ ദിവസം നസീറായിരുന്നു, ഇന്ന് ബഷീർക്ക നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നസീർക്ക. അപ്പോൾ ഞങ്ങൾ ഇന്ന് വനമേഖലയിൽ തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ നല്ല ധൈര്യം, നല്ല ചങ്കൂറ്റം, രണ്ടുപേരും കൂടെ ഉണ്ട്. ആന വന്നാലും പുലി വന്നാലും രണ്ടുപേരും കൂടി കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമുണ്ട്. പിന്നെ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ വരുന്ന സ്ഥലമാണ്. കണ്ട ഒരു വീട് കണ്ടോ, ഫോറസ്റ്റുകാരൻ്റെ നല്ല രസമാണ്, അടിപൊളി ഏരിയകളാണ്. മഹാഗണി ആന മറച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോ കണ്ടത്. പുള്ളി നോക്കും, ഇവർ റിപ്പോർട്ട് കൊടുക്കും. കാമുകന്മാർ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 10 മണി 10:30 ആകുമ്പോഴേ വരുള്ളൂ. ആ സമയത്ത് ഇവിടെ അവർ വരലുണ്ട്. എന്തായാലും ഇന്നത്തെ യൂട്യൂബ് ചാനൽ എല്ലാ മെമ്പേഴ്സും യൂട്യൂബ് പ്രേമികൾക്ക് എല്ലാവർക്കും നല്ലൊരു വീഡിയോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇന്ന് ആരംഭിക്കാൻ പോണ്. അപ്പോൾ ഈ മരം കണ്ട നിങ്ങൾ ഒന്ന് ഇന്നൊക്കെ ബഷീർക്കാർ മരത്തിൻ്റെ വലിപ്പം കാണാൻ. ഈ മരം കണ്ട, ഈ മരം സംസാരിക്കുമെങ്കിൽ ഒരുപാട് പേരുടെ ചരിത്രം കഥകളും പറയാണ്ടാണ് ഈ മരത്തിന്. ഒരുപാട് പേരുടെ അഴക അളവുകളും. അപ്പോൾ അങ്ങനെയുള്ളൊരു മരമാണ് ഇത്. ഈ വേരുകൾ റൂമുകളുടെ ഭിത്തി മതിലായിട്ട് ഉപയോഗിച്ചാണ് സുഹൃത്തുക്കൾ നമ്മളെ കാമുകന്മാർ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട ഇത് കണ്ട, ഇത്രയൊരു ശരിക്കൊരു ഭിത്തിയാണ്, അറ പോലെയാണ്, അത്ര ഭംഗിയാണ്. മതിയായ മരം. ഈ മരം കഥ പറയാണ്ടിരിക്കണല്ലോ, ഒരുപാട് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീർന്ന ഇത്രയല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പറയാണ്ടാണ്. ഇപ്പം എന്തായാലും നമ്മൾ ഇന്നെന്തായാലും യൂട്യൂബ് പ്രേമികൾക്ക് എല്ലാവർക്കും നല്ലൊരു വീഡിയോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കാട്ടിലൂടെ വീണ്ടും സഞ്ചാരം തുടങ്ങുകയാണ്. അപ്പോൾ സ്പോട്ടെത്താറായി. നല്ല രസമുള്ള സ്ഥലമാണ്. ഇന്ന് വെള്ളം കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ. ആ ചുവന്നുള്ളി കിട്ടിയെന്നൊക്കെ അപകട ഏരിയ ആണല്ലേ? ഏതാ? ഇല്ല, അത് നമ്മുടെ ഇതാണൊക്കെ നമ്മുടെ പിടിച്ചു പോയി. അങ്ങനെ ഇറക്കൂല അവര്, അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ കേസുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കയ ചെറിയ മെയിൻ ഞരമ്പ് ഇതിൻ്റെ. ബഷീർക്കാർക്ക് മിക്കവാറും അവിടുന്ന് ഫസ്റ്റ് കുറച്ച് നേരം അറിയുമ്പോൾ അവിടെ അടിക്കലുണ്ട്. മിക്കവാറും അവിടുന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അടി ഇത്രയും ക്യാപ്പിട്ട് വരുമ്പോൾ അടിക്കലുള്ള ഇത് അടിച്ചിട്ടുണ്ട്. ബഷീർക്കാർക്ക് ഒരു മഷീർ അടിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. കുറേ നേരം നമ്മൾ പയറ്റണ ഫിഷിംഗ് പോയിന്റ് ബഷീർ ഇക്ക ഒരുപാട് വലിപ്പമില്ല. അവൻ ഒഴുക്കത്ത് കിടന്ന അഭ്യാസം കാണിക്കും, അതിൻ്റെയാണ് കാണുന്നത്. നല്ല പിടുത്താണ് അവൻ പിടിക്കണേ. ദേഹണ്ട നല്ല മഷീറാണ്, കുഴപ്പമില്ല, തെറ്റില്ലാത്ത മഷീറാണ്. കിടന്ന് അഭ്യാസം കാണിക്കണ്ട വെള്ളത്തിൽ കിടന്ന്. ആ ഉക്ക് ഓക്കെ ആവോ പൊളി. ബഷീർക്ക നല്ലൊരു പിക്കിട്ട് സൺലൈറ്റ് അങ്ങനെ ഡ്രീം ഫിഷ് ബഷീർക്ക കരസ്ഥമാക്കിയിരിക്കുകയാണ്. നല്ലൊരു പിക്ക്. സ്വപ്നം ഫേസിൽ വെട്ടം കിട്ടില്ല. അല്ലാഹു
ആ അടിച്ചടാ കണ്ടാ ചേറല്ല മഷീർ അവിടെ മറിയണ ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ട് അടിച്ചത് പാലാനല്ല മഷീറാ അപ്പോൾ ചെറിയൊരു മഷീർ ഉള്ളൂ ബഷീർക്കാ മഷീർ വെള്ളത്തിലല്ലല്ലോ കരയിലല്ല കിടന്ന അഭ്യാസം കഴിഞ്ഞു പാലാനാട്ടാക്കാ അല്ല മഷീറ ഇതെവിടെ കയറ്റും ഗ്രിപ്പിലെടുത്തേ ആ പോയി ആ സമാധാനമായി ദേ പോണ് ദേ മേലൊക്കെ നിറയെ പൊട്ടി ദേ പോണ് അങ്ങനെ ബഷീർ മാങ്ങാത്തൊലിക്ക് മഷീറാണ് ആ മഷീർ അത്യാവശ്യം കുഴപ്പമില്ല വലിപ്പമുള്ള മഷീർ അടി സക്കേ പോലടി ഇങ്ങോട്ട് വേണ ചുണ്ട് പൊട്ടൂലടാ ചുണ്ട് പൊട്ടൂല എന്നെ കാണാ ചുണ്ടിന് ബഷീർ മാത്താളി സിമ്പിളായിട്ട് ഇരുന്നോണ്ട് പിടിച്ചാ ഇപ്പൊ അങ്ങനെയായി ശോകം ഇന്ന് നമുക്ക് വിരിച്ചുള്ള വരാത്തവന്മാരുടെ ഭാഗ്യം ഉച്ചക്ക് വീട്ടിൽ നിന്ന് ചോറിന എന്തൊക്കെയായിരുന്നു ഇത് നമ്മുടെ നസീർക്കാക്കും ജിമ്മിക്കും കോലളിക്കും ഫുഡ് കഴിക്കാൻ അവസരമായി നമ്മൾ നഷ്ടമായി പോയി വന്നതെന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു എൻ്റെ കയ്യുണ്ടാ ഇതുണ്ടാ അത്യാവശ്യം കുഴപ്പമില്ലട്ടാ കാല് ഇവിടെ അന്യായ ഊരാണ് ഈ പണ്ടാറത്തിന് ബഷീർ കട മഷീർ അങ്ങനെ ബഷീർ കട മഷീറുമായിട്ട് ഞങ്ങൾ വീണ്ടും ഇന്നത്തെ വേട്ട തുടരുന്നു. അപ്പൊ അങ്ങനെ യോയോ ഓക്കെ നീളത്തി മറ്റേ പാട് പിടി ബഷീർക്ക അങ്ങനെ ഒരു മഷീർ അടിച്ചുണ്ട്. കുഴപ്പമില്ലാത്ത മഷീറാണെന്ന് തോന്നാം, ഒരു മീഡിയം ടൈപ്പ്. ചെറിയ അത്യാവശ്യം കുഴപ്പമില്ല. തെറ്റില്ല. കേൾക്കണ്ട. അപ്പൊ രണ്ട് ചെറിയ മഷീർ, അപ്പൊ ഒരു 10 കിലോ ആവണ്ടേ ആയിരുന്നു. അപ്പൊ നമ്മൾ വിട്ടു നോക്കാം, അടയാളം വെച്ചാ പറഞ്ഞ എന്തായാലും.
ഹലോ മല്ലൂസേ, നമ്മൾ മീനടിച്ച് ഇങ്ങനെ പൂരി കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴുണ്ടോ ഒട്ടക്കത്തെ ചൂട് എന്ന് പറയുക കാലിങ്ങനെ പൊളച്ച് വരും മിക്കവാറും നാളെ. അപ്പോൾ ഇത് ഡ്രസ്സൊക്കെ ഊരി തോർത്തൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, ഇന്നർ ഇട്ടിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ അടിപൊളി വെള്ളം. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് മറ്റേ ഈ ആയുർവേദ സസ്യങ്ങളും മറ്റ് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള വേരുകളുമ്പോൾ തട്ടി ഒരഞ്ഞും പിരിഞ്ഞും ഒക്കെ വന്ന ഈ നീര് ഉറവ അല്ല ഈ ഒഴുക്ക് ഇവിടെ വന്ന് കിടക്കണേക്കെ നല്ലതാണ്. ആയുർവേദ ബാക്കിലേക്ക് അന്യായം ആഴം കേട്ടോ. അങ്ങനെ വന്ന ജലമാണ്. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഔഷധ ഗുണങ്ങളൊക്കെ മാറി വേസ്റ്റ് മാലിന്യങ്ങളും അതൊക്കെ കൂടി അടിയും. നമുക്ക് അന്ന് ആ ക്യാമറയുടെ ഒപ്പം ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ഓക്കെ അല്ലേ നിങ്ങൾ? ബാ നമുക്ക് പോയിട്ട് വരാം. യാ ഇതിൽ കാണാൻ പറ്റിയാ? ഞാൻ നോക്കട്ടെ കേട്ടാ, കാണാൻ പറ്റും. ഗോപ്രോ അല്ലേ? റിട്ടേൺ കാറാണ്. റിട്ടേൺ കയറാനായിട്ട് മുമ്പായിട്ട് താഴത്തേക്ക് കുറച്ചൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. മുഴുവൻ പട്ടിണിയാണ്, ഒന്നും കൊണ്ടുവന്നില്ലാറ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിലൊന്നും നടന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഉന്മേഷം കിട്ടിയുണ്ട്. ഫുഡ് കഴിക്കാത്തതിൻ്റെ 2-3 ഏറെ അറിയാനുള്ള എനർജിയും കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ.